ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ടീമോന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു റിവ്യൂ ആണ് ഇടുന്നത്. ഇത് ഞാനൊരു ഡഫൽ ബാഗ് വാങ്ങിച്ച മോന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു ബാഗാണ്. ഇതിന് 20 ദിറംസ് ആയിരുന്നു അതിൻ്റെ റേറ്റ്. അതല്ലേ ഒരു 1-2 ദിറംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ കയറുകയും ചെയ്യും. എന്നാൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമ്മൾ സാധനം ഇടുമ്പോൾ അതൊരു ബാഗി ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത ഒരു ചെറിയ പാക്കറ്റ് പോലെ ആക്കണേ അങ്ങനെയും വയ്ക്കാം നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത്. ഇത് നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഹാൻഡ് ബാഗോ ഷോൾഡർ ബാഗ് എങ്ങനെ വേണമെങ്കിലും പറയാം. നല്ല വലിയ സ്പേസ് ഉണ്ട്. ഇതിന് അറൗണ്ട് 17-18 ദിറംസ് ഒക്കെ ആയിരുന്നു റേറ്റ്. പക്ഷേ അതിന് നല്ല വേർത്താണ്. കാരണം നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളറാണ്. പിന്നെ അതിൻ്റെ സ്ട്രാപ്പ് ഇതുപോലെ നല്ല ലോങ് ആയിട്ടുള്ള, ഇപ്പോൾ സ്ലിംഗ് ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല ബുക്കും ഒക്കെ കയറും. പിന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഒരുപാട് ബൾക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പക്ഷെ നമുക്കൊരു സ്ലിംഗ് ബാഗായിട്ടും അല്ല ഹാൻഡ് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് ബ്രാ ഇൻസേർട്ട്സ് ആണ്. നമ്മൾ ചില ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള നെക്കുള്ളപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്കൊരു കവറിങ് കിട്ടത്തക്കൊണ്ട് ഇടാൻ പറ്റുന്ന പോലുള്ള ബ്രാ ഇൻസേർട്ട്സ് ആണ്. ഇത് പണ്ട് നാട്ടിൽ നിന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ലേസ് അല്ലായിരുന്നു, അത് ക്ലോത്തിൻ്റെ ഒരു പീസായിരുന്നു. അപ്പം ലേസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുമെന്ന് വെച്ചിട്ട് ഞാൻ 3 കളറിൽ വാങ്ങിച്ചാണ്. ഇതിനും എനിക്ക് തോന്നുന്നു അറൗണ്ട് എല്ലാം ലെസ് ദാൻ 15 ദിറംസ് ഒക്കെ വരത്തുള്ളൂ. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. 3 എണ്ണം അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അത് നല്ലൊരു നമുക്ക് ചില ഡ്രസ്സിനൊക്കെ അത് തീർച്ചയായിട്ടും ആവശ്യം വരും. അപ്പോൾ അത് നല്ലൊരു സാധനമായിരുന്നു. പിന്നെ ഞാനിത് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു നമ്മളൊരു കുറച്ച് അലക്കുലത്തെ സാധനമെല്ലാം ഇടാം. കൊട, നമ്മുടെ വാട്ടർ ബോട്ടിൽ, പിന്നെന്താ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് ജസ്റ്റ് വാരിയിട്ടുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു ബാഗാണ്. ഇത് ഫെൽറ്റ് കൊണ്ടുള്ളതാണ്. നമ്മളിതിനകത്ത് നോക്കുമ്പോൾ കാണാം ഇങ്ങനത്തെ ഒരു ബാഗ്സ് പല കളറിലും ഉണ്ട്. എനിക്ക് ഗ്രീൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗ്രീൻ വാങ്ങിച്ചാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഷേപ്പ് അത് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തോളും. പിന്നെ നമ്മളെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നോളും. അതുകൊണ്ടത് നല്ലൊരു ചോയ്സായിരുന്നു. പിന്നെ ഇതൊരു സ്റ്റോറേജ് ബാഗാണ്. സ്റ്റോറേജ് ബാഗ് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് തുണി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലെന്ത് സാധനം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇത് നല്ലൊരു വലുപ്പമുള്ളതുമായിരുന്നു. അതുകൊണ്ട് ഇതും ഏകദേശം 10 ദിറംസ് ആ റേഞ്ചിലേ വരുന്നുള്ളായിരുന്നു. ബെഡിനടിയിൽ വെക്കണമെങ്കിലോ കബോർഡിനകത്ത് വെക്കണമെങ്കിലോ എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് അടച്ച് വയ്ക്കുമ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കളർ ഓപ്ഷൻസ്, സൈസിൻ്റെ ഓപ്ഷൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നോക്കി വാങ്ങിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് അവൈലബിൾ അല്ലാതെ ഒരുപാട് സാധനം ഈ ടീമോയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരുപാട് നേരം നമ്മൾ സെർച്ച് ചെയ്യണം. ഒത്തിരി ഓപ്ഷൻസ് ഉള്ളപ്പോൾ കുറേ ടൈം നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. പിന്നുള്ളത് നമ്മളിതിപ്പോൾ ഇതൊരു ഓർഗനൈസറാണ്. ഇത് ഞാൻ നമുക്ക് ടൈയോ സോക്സോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വെയർ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഇട്ട് ഹാങ് ചെയ്ത്. ഇത് വേറൊരു ബാഗാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള സെയിം മെറ്റീരിയൽ തന്നെ, ബോക്സിലിട്ട് കഴിഞ്ഞാൽ പക്ഷെ കുറച്ചുകൂടി ചെറിയ സൈസാണ്. ഇത് നമുക്ക് ഇതുപോലെ ഓഫീസിൽ എന്തെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിന് കുപ്പിയിടാം. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ സ്നാക്സൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അതിന് പറ്റുന്ന ഒരു നല്ലൊരു ബാഗാണ്. ഇതെനിക്ക് ഒന്ന് വാഷബിളുമാണ്. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ നല്ല ഷേപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ചില ഡ്രസ്സുകളുടെയൊക്കെ നെക്ക് ഭയങ്കര ഓപ്പണായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഇതിട്ടിട്ട് ഡ്രസ്സ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം കോളർ ഉണ്ടാവും, നെക്കിൻ്റെ അവിടെ നല്ല കവേർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു ഷർട്ടിൻ്റെ വേറൊരു ചെറിയൊരു വേർഷനാണ്. ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചു. 2 രീതിയിലുള്ളതാണ്. ഒന്ന് ഇതുപോലെ കെട്ടുന്നതും മറ്റേ ബട്ടൺസ് ഇടുന്നതും. ഇത് രണ്ടും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു. എന്തായാലും ഞാൻ അത് ഇടുന്ന ഉടനെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു.
പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.